ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ അപകടമുണ്ടായിരിക്കുന്നു. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. രണ്ടുപേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ട്രിച്ചി ജമാൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. 3 ദിവസം മുൻപ് അവിടെ മറ്റൊരു അപകടവും നടന്നിരുന്നു. ജെയിൻ എസ് രാജു കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ജെയിൻ, ദിവസങ്ങളുടെ ഇടവേളയില്ലേ വീണ്ടും അപകടം? എന്താണ് അവിടെ അത്രയും ഒരു അപകട സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ? ഇപ്പൊ ഈ പുതിയ അപകടത്തിൽ അവരുടെ പരിക്കൊക്കെ എങ്ങനെയുണ്ട്? ദിവിഷ്, ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. ഏതാണ്ട് 6 മാസത്തിനിടയിൽ 16ഓളം അപകടങ്ങൾ ഈ തോണ്ടിമലയിൽ മാത്രം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനം മറിയുകയും അവിടെ 6-7 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഉള്ള അത്തരം വലിയ അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഗ്യാപ് റോഡിൽ നിന്ന് ബോഡിമെട്രിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ വലിയ വളവുകളും അതോടൊപ്പം തന്നെ വീതിയുള്ള റോഡുമാണ്. പക്ഷേ പലപ്പോഴും ഈ പുറത്തുനിന്ന് വരുന്ന ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനയാത്രികർക്ക് ഈ റോഡിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണം ഈ ഭാഗത്ത് നഷ്ടപ്പെടുകയും സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്ക് മറിയുകയുമാണ് ഇതുവരെയുള്ള അപകടങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. ട്രിച്ചിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ വാഹനം മറിഞ്ഞ് താഴേക്ക് മറിയുകയായിരുന്നു. ഇതിന് തൊട്ടടുത്തൊരു ജലസംഭരണിയുണ്ട്. അവരുടെ ഭാഗ്യം കൊണ്ട് ഈ ജലസംഭരണിയിലേക്ക് ഈ വാഹനം മറിഞ്ഞില്ല. പരിക്കേറ്റവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. 2 പേർക്കാണ് പരിക്കേറ്റത്. എന്തായാലും ഈ ഭാഗത്തെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണമെന്ന് കുറേ നാളുകളായി അവിടെയുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ദിവിഷ്.